ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്നത് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു വമ്പൻ ചതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക പേരും അതെന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അറിയാൻ പാടില്ലാത്തവർ ഇപ്പോഴുമുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം തന്നെ ഇതിന് ഒരു ഉദാഹരണമാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സുഹൃത്ത്, അവൻ്റെ സുഹൃത്തിൻ്റെ പേരിലെ മെസ്സഞ്ചർ വഴി ഒരു മെസ്സേജ് വന്നു. ഫാദർ ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് അത്യാവശ്യമായിട്ട് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിൻ്റെ ഈ പൈസ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം. അപ്പോൾ അത് കേട്ട് സത്യമെന്ന് വിശ്വസിച്ച് എൻ്റെ സുഹൃത്ത് പൈസ അയക്കുകയും അതിനുശേഷം ഇവർ തമ്മിൽ നേരിട്ട് കണ്ടപ്പോഴാണ് ഇത് ഒരു ചതിയായിരുന്നുവെന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൈസയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അവർക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഇത് വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ്. നിസ്സാരമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ ചതിക്കപ്പെടുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചതിക്കപ്പെടുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആർക്കെങ്കിലും ഇങ്ങനെയുള്ളവർ എന്തായിരിക്കും ആദ്യം ചെയ്യുക? ഫസ്റ്റിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അവർ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഫ്രണ്ട്സിനെ മാത്രം അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മളാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ മറ്റുള്ള സുഹൃത്തുക്കൾ ഇത് അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളോട്ട് ചാറ്റും ഒക്കെ ചെയ്തെന്നിരിക്കും. പിന്നെയാണ് പെട്ടെന്നായിരിക്കും ഇതുപോലെ പണം അല്ലെങ്കിൽ സഹായം ആവശ്യപ്പെടുന്നത്. കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് തന്നെ 100 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ തന്നെ അവർക്കൊരു തുകയായി. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം പൈസ ആവശ്യമുള്ളവർ മെസ്സഞ്ചറിൽ ഒരു കാരണവശാലും കോണ്ടാക്റ്റ് ചെയ്യില്ല. അത്ര അടുപ്പമുള്ളവരുടെയൊക്കെ മാത്രമേ പൈസ ആവശ്യപ്പെടുകയുള്ളൂ. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഇതിനു വേണ്ടി ഇതുപോലെ മെസ്സഞ്ചറിൽ ആവശ്യപ്പെടുകയാണ്, അച്ഛന് സുഖമില്ല അല്ലെങ്കിൽ വളരെ അത്യാവശ്യമാണ്, പണം ആവശ്യമാണ് എന്നാരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരെ നേരെ കോണ്ടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യുക. അത് ശരിക്കും കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ പൈസ കൈമാറുക. പിന്നെ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യുക. ഇങ്ങനെയൊന്നും നമുക്ക് ഹാക്ക് ചെയ്യാതിരിക്കാൻ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിൽ പോവുക, അതിനുശേഷം പ്രൈവസി എന്ന ഓപ്ഷനിൽ പോവുക, സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്ന ഓപ്ഷനിൽ അമർത്തുക. ശേഷം 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഓപ്ഷനിൽ അമർത്തി നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആരെങ്കിലും നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരുന്നതാണ്. ആ സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ പാസ്വേഡുകൾ എപ്പോഴും സ്ട്രോങ് ആയ പാസ്വേഡുകൾ മാത്രം നൽകുക. അക്ഷരങ്ങളോ അക്കങ്ങളോ അല്ലാതെ മറ്റുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഹാഷ്, അറ്റ് അതുപോലുള്ള ചിഹ്നങ്ങൾ ചേർക്കുക. അതാകുമ്പം ഹാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പ് അക്കൗണ്ടും നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതുപോലൊരു, ഇപ്പോൾ കണ്ടില്ലേ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ഒട്ടുമിക്കവരും ചെയ്യുന്നൊരു കാര്യമാണ് ഇതുപോലെ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. ഒരു അക്കൗണ്ടേ നമുക്കുള്ളൂ, രണ്ടാമത്തെ അക്കൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുക. ഇതുപോലെയും നമുക്ക് ചെയ്ത് തട്ടിപ്പുകാരിൽ നിന്നും വഞ്ചകരിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ മാറി നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയും ഈ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.